ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്, പാൻ ഇന്ത്യ സിനിമയാണ്. ഇന്ത്യയിലെ വെച്ചിട്ട് ഒരുപാട് നടന്മാരുണ്ട്. മെയിൻ ആയിട്ട് പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ശോഭന, ദീപിക പദുക്കോൺ, DQ അവരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇവരൊക്കെ ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് എന്തായാലും ട്രെയിലർ ട്രെയിലറിലേക്ക് നോക്കാം. പോവാം. അപ്പൊ ട്രെയിലർ ഹിന്ദി, തെലുങ്ക്, മലയാളം, തമിഴ് എല്ലാത്തിലും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോ എന്തായാലും മലയാളം കാണാം. സൗണ്ട് ഇല്ലേ ഗൈസ്? ട്രെയിലറിൽ സൗണ്ട് ഇല്ലേ? ഈ വേൾഡിലെ ലാസ്റ്റ് സിറ്റി കാശി. മുകളിൽ വെള്ളമുണ്ടത്രേ. മൊത്തം ഊറ്റിയെടുക്കുന്നത് കൊണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളെ പോലെ ഒരാൾക്ക് എത്ര പേരെ രക്ഷിക്കാൻ പറ്റുന്നറിയോ? ഞാൻ രക്ഷകനാകേണ്ടത് ഒരാൾക്ക് മാത്രം. 6000 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോ ആ പവർ തിരിച്ചു വന്നെന്ന് പറഞ്ഞ ഇനി വെളിച്ചം വരാനുള്ള സമയമാണ്. പ്രഭാസ് അമ്മയുടെ ഉദരത്തിലുള്ളത് ഒരു സാധാരണ കുഞ്ഞല്ല, അവതാരമാണ്. ഞാൻ രക്ഷിക്കും. സുഗ്രീവന് അപകടമാണ്. രാവിലെ തന്നെ ഫൈറ്റ് ചെയ്യാന്ന് വയ്യ പൂച്ചി. കോമഡി നമ്മള് കോംപ്ലക്സിലായിരുന്നു. 1 മില്യൺ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടോ നിന്റെ കയ്യില്? ഒന്നുമല്ലേ. എന്നെ പോലെ എത്ര പേർക്ക് നമ്മൾ കയറുവാന്നറിയോ? എന്റെ കൂടെ വാ. എത്ര യൂണിറ്റ്സ്? ലോകത്തിൽ എല്ലാത്തിനും ഒരു സൈഡേ ഉള്ളൂ, നിന്റെ സൈഡ്. എനിക്ക് അവളെ കിട്ടിയാ മതിയാവും. എനിക്ക് മാത്രമേ അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. ഇതുവരെ ഒരു ഫൈറ്റും തോറ്റിട്ടില്ല. അങ്കിളിന് ഫൈറ്റ് ചെയ്യാൻ സമയമായി. ഇതിലും തോൽക്കില്ല. ശോഭനയുണ്ട്. ഇതുവരെ ജന്മം എടുത്തിട്ടില്ലാത്ത ഈ കുഞ്ഞിന് വേണ്ടി ഇനി എത്ര പേര് മരിക്കണമെന്നാ? ഭയപ്പെടരുത്, മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട്. കമലാസ്. ഏകദേശം 3 മിനിറ്റോളം ട്രെയിലർ. DQ ഒന്നും കണ്ടില്ല. ശോഭന, ദീപിക, പ്രഭാസ്, പിന്നെ കമലഹാസൻ, പിന്നെ അമിതാഭ് ബച്ചൻ, പശുപതി, അങ്ങനത്തെ വേറെ എനിക്ക് തോന്നിയ കഥയുടെ ഒരു ഔട്ട്ലെറ്റ് പറയണ്ടേ? പറഞ്ഞു. ധീരയില് ഇങ്ങനെ അവന് ഭൈരവാന്ന് വിളിച്ചോണ്ടാണോ? അല്ല, ധീരയില് അവനിങ്ങനെ എന്താ പറയാ, അവളെ കാണുമ്പോ പൂർവ്വകാലമൊക്കെ ഓർമ്മ വരില്ലേ? അതേപോലെ തന്നെ പൂർവ്വകാലത്തിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അയാള് പവറുള്ള ഒരാളായിരുന്നു. ആ പവർ കിട്ടാൻ പോകുന്നത് പ്രഭാസിനായിരിക്കും. പ്രഭാസിനായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പൊ പ്രഭാസ് അതുവരെ അറിയില്ല. അപ്പൊ അതൊരു കോമഡി ടച്ച് ആയിരിക്കും പ്രഭാസ് ഉണ്ടാവുക. അത്യാവശ്യം ഫൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ധീരയില് അവന് കുറച്ച് കോമഡി പിന്നെ ഫൈറ്റ് ഒക്കെ അവൻ ചെയ്യായിരുന്നു, റേസിംഗ് ഒക്കെ. അതേപോലെ അതൊക്കെ ഉണ്ടെങ്കിലും ഇവന് ഈ പവർ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഇവനെ ഓരോ ഘട്ടത്തിലും ഇവന് ആ പവർ മനസ്സിലാവും. അപ്പൊ ഒന്നല്ലെങ്കിൽ പ്രഭാസിനായിരിക്കും, അല്ലെങ്കിൽ ദീപിക പദുക്കോൺ പ്രഗ്നന്റ് ആന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ കുട്ടിക്കായിരിക്കും. ഏതെങ്കിലും ഒന്നായിരിക്കും. പിന്നെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കുറെ ഈ യുദ്ധം നടക്കുന്നത്. ഈ കുട്ടീനെ ദീപിക പദുക്കം പ്രസവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധമൊക്കെ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സിൽ കുട്ടി പ്രസവിക്കും. ആ കുട്ടിയാണ് പ്രഭാസ്. സെക്കൻഡ് പാർട്ട്ണർ പ്രഭാസ് ആയിരിക്കും കേട്ടോ.
അപ്പൊ എനിക്കൊന്നും എന്നിട്ട് പ്രഭാസും കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നി. എനിക്ക് കുറെ കാര്യങ്ങൾ തോന്നി. അതിലൊന്നാണ് ഈ പറഞ്ഞത്. പിന്നെ പ്രഭാസ് ആവും ആ കുട്ടീന്ന് എനിക്ക് തോന്നുന്നില്ല. സെക്കൻഡ് പാർട്ടിൽ ആ കുട്ടി പ്രഭാസ് ആയിരിക്കും. ഫസ്റ്റ് പാർട്ടിൽ ദീപികയും പ്രഭാസും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ നമ്മൾ കണ്ടുല്ലോ. അപ്പൊ പിന്നെ അതായിരിക്കില്ല. എനിക്കെന്തോ പടം കമൽഹാസൻ വില്ലനാണെന്ന് തോന്നുന്നു. അമിതാഭ് ബച്ചന്റെ അടിപൊളി ഫൈറ്റ് കാണാം. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് എന്നിട്ട് തോന്നിയത്. പ്രഭാസ് പക്ഷെ ചില സമയത്തൊക്കെ ആള് ഓവറായിട്ട് കൊള്ളാക്കും തോന്നുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല. പക്ഷെ ആളുടെ കോമഡി ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. എനിക്കിഷ്ടല്ല. ഇപ്പൊ ബാഹുബലിയിലാണെങ്കിൽ ആ ഒരു കോമഡി ടച്ച് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ അവൻ പ്രഭാസ് ഫസ്റ്റ് പ്രഭാസിന്റെ ലുക്ക് കുറഞ്ഞ ശേഷം കുഴപ്പമില്ല. സലാർ ലുക്ക്, അതിന് മുമ്പത്തുള്ള ആദിപുരുഷ അങ്ങനത്തെ കുറച്ച് പടങ്ങളുടെ ലുക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാൾക്ക് പക്ക ഒരു ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇതില് വലിയ ബഡ്ജറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷെ ചില സംഭവങ്ങളൊക്കെ പാളി പോവോന്നും ഇല്ല. എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇപ്പൊ പടം മൊത്തത്തില് കുഴപ്പമില്ല, ഏവറേജ്. പക്ഷെ എല്ലാവരും പെർഫോമൻസ് നന്നാവും. ശോഭന അടിപൊളി, കമൽഹാസൻ അടിപൊളി, എല്ലാവരും ആറാടും. പക്ഷെ ദീപിക പതുക്കോണ് അടിപൊളി എന്ന് പറയും. പക്ഷെ ഡിക്യുനെ കാണാനില്ല. ചിലപ്പോ എല്ലാ ഭാഷയിലെ ആൾക്കാരെ വേണം. അങ്ങനെയാണെങ്കിൽ അല്ലെ പാൻ ഇന്ത്യൻ സിനിമ ആവുമ്പോ അല്ല. അപ്പൊ അതിൽ മെയിൻ ഡാക്കളാണ് ഇവർ എടുത്തിരിക്കുന്നത്. ഇപ്പൊ തമിഴിലാണെങ്കിൽ കമൽഹാസൻ ഉണ്ട്, ഹിന്ദിയിലാണെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാവരും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുത്തിരിക്കുന്നത്. മലയാളത്തിൽ ഡിക്യു, പിന്നെ മലയാളത്തിൽ ഇനിയും ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും പടം 27 ഇറങ്ങും. ഞാൻ പടം ഈ അടുത്തൊന്നും ഇറങ്ങണ്ടാവില്ല, കുറച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങണ്ടാവുള്ളൂ ഒന്ന്. പക്ഷെ ജൂൺ 27 ഇറങ്ങും. 2 ആഴ്ച കൂടെ ഉള്ള പടത്തിന്. പടം കണ്ടിട്ട് പടത്തിന്റെ റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തോളൂ ട്രെയിലറിന്റെ.